ഇത് കണ്ടോ, മിന്നുവിനും പൊന്നുവിനും ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് കോളിഫ്ലവർ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എല്ലാ വർഷവും കോളിഫ്ലവർ കുറേ വയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായ വിധത്തിൽ കിട്ടാത്ത കാരണം കോളിഫ്ലവർ 1-2 പൂത്തിട്ടുള്ളായിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനെ പൂക്കാതെ ഇതാ ഇപ്പോഴും നിൽക്കുക. ഒരു 10 എണ്ണം ഇതുവരെയും പൂത്തിട്ടില്ല, എന്താ പൂക്കാതെ നിൽക്കുക. പക്ഷേ ഇപ്പം ഞാൻ ഇതിന് രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഐസ് വാട്ടർ, ഫ്രിഡ്ജിനകത്ത് വെച്ച വെള്ളം ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എനിക്ക് പൂക്കാൻ തുടങ്ങി. ഇതിപ്പോൾ അടുത്ത കോളിഫ്ലവറാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം വരെയും ഇത് വെച്ചിട്ട് 2-3 മാസമായി അങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ പിഴുത് കളയാൻ നിന്ന ഞാനാണ് ഈ തണുത്ത വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഫ്ലവറായി. ഇതിന് ഇച്ചിരി കൂടെ ആകുമ്പം നമുക്കെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആരെയും പൂക്കാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഐസ് വാട്ടർ വെച്ച് കൊടുത്താൽ മതി. ക്യാബേജ് നിൽക്കുകയാണ്, ഇതിനകത്തും ഒഴിക്കുന്നുണ്ട്, ഇത് ആയി വരുന്നുണ്ട്. ഈ കോളിഫ്ലവറിൻ്റെ തൈ വെച്ചതും അതിന് വെള്ളം ഒഴിക്കുന്നതും എല്ലാം മിന്നും പൊന്നും തന്നെയാണ്. നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു മത്സരത്തിന് വേണ്ടി നമുക്ക് കിട്ടിയതാണ്. അത് കുറച്ച് നശിച്ചു പോയി. പിന്നെ ഞാൻ രണ്ടാമത് വിത്തൊക്കെ പായി എടുത്ത് മുളപ്പിച്ചെടുത്തതാണ്. ഇത് കണ്ടോ, ഇതൊരു കോളിഫ്ലവറിൻ്റെ ഒരു തണ്ട് നിന്നതാണ്. ഇത് നേരത്തെ ഞാൻ ഒടിച്ചെടുത്തതാണ്. എന്നിട്ട് ഞാൻ ആ തണ്ടിനെ അങ്ങനെ വിട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തുമാത്രം തൈകളാണ് വന്ന് നിൽക്കുന്നതെന്ന് നോക്കിയേ. ഇത് 1, 2, 3, 4 തൈകൾ വന്ന് നിൽക്കുക ഇതിനകത്ത്. 4 അല്ല, അതിനേക്കാളും കൂടുതലുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കോളിഫ്ലവർ ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ തണ്ട് ഇങ്ങനെ വെറുതെ വിട്ടിരുന്നാൽ മതി, നമുക്കതിൽ നിന്ന് ഒത്തിരി തൈകൾ ആയി കിട്ടും. പക്ഷേ ഇതൊന്നും നമ്മുടെ ശീതകാല സമയത്ത് ഉണ്ടാകുന്ന പോലെ ഉണ്ടാവില്ല. എന്നാലും ഇത് ഇങ്ങനെ നിന്നാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ ഐസ് വാട്ടറൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഇതിന് മുന്നേ എനിക്കുണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ തണ്ട് കോളിഫ്ലവർ ഒടിച്ചെടുത്തിട്ട്, കോളിഫ്ലവർ ആയാലും ക്യാബേജ് ആയാലും അങ്ങനെ തന്നെ നമ്മൾ ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ തണ്ട് നമ്മൾ 1-2 വിട്ടേക്കാമെങ്കിൽ ഇതുപോലെ കുറേ തൈകൾ നമുക്ക് ആയി കിട്ടും. കുഞ്ഞ് ക്യാബേജ് ഉണ്ടോ, ക്യാബേജ് ഇനി ഇരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി എടുക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണേ.